ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് വിവിധ തരത്തിലുള്ള ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പഠിക്കാം. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ഗതാഗതം. അതായത് മനുഷ്യർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടിയോ അല്ല സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങളാണ് ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട് പ്രധാനമായിട്ടും 3 ടൈപ്പിലുണ്ട് കൂട്ടുകാരെ. അത് ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്. ഇവയെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ കൂട്ടുകാരെ. ഫസ്റ്റ് വൺ, ലാൻഡ് ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കരഗതാഗതം, ലാൻഡിൽ കൂടിയുള്ള ഗതാഗതം. അവയ്ക്ക് ഏതൊക്കെ മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബൈസൈക്കിൾ, സൈക്കിൾ. സൈക്കിൾ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് കൂട്ടുകാരെ? നമുക്ക് അടുത്ത് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബൈസൈക്കിൾ. ബൈസൈക്കിൾ നിങ്ങൾക്കറിയുമോ കൂട്ടുകാരെ? ഫസ്റ്റ് സൈക്കിളിന് പെഡൽ ഉണ്ടായിരുന്നില്ല. ആൾക്കാർ കാലുപയോഗിച്ച് പുഷ് ചെയ്താണത് കറക്കിക്കൊണ്ടിരുന്നത്. അടുത്തത് ഏതാണ് കൂട്ടുകാരെ? മോട്ടോർ സൈക്കിൾ. മോട്ടോർ സൈക്കിളും നമ്മൾ കരയിൽ കൂടി ലാൻഡ് ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. കാർ. കാർ മനുഷ്യർ ലാൻഡ് ട്രാൻസ്പോർട്ട്, റോഡിൽ കൂടി യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. ഫസ്റ്റ് കാർ ആരാണ് കണ്ടുപിടിച്ചതെന്നറിയോ കൂട്ടുകാരെ? കാൾ ബെൻസ് എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഫസ്റ്റ് കാറിന് 3 ചക്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ബസ്, കാറ്, ബൈക്ക്, അതിലൂടെയൊക്കെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ ബസ്സിൽ നമുക്ക് കുറച്ചധികം ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യാനായി പറ്റും. ഫസ്റ്റ് ബസ് എവിടെയാണ് കണ്ടുപിടിച്ചത് കൂട്ടുകാരെ? ലണ്ടനിലാണ്. അടുത്തത് ഏതാണ് കൂട്ടുകാരെ? ട്രെയിൻ. ഏറ്റവും കൂടുതൽ കരയിൽ കൂടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ട്രെയിനാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാത ഏതാണ് കൂട്ടുകാരെ? അത് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ആണ്. അത് റഷ്യയിലാണ്. വാട്ടർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ജലഗതാഗതം. വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏതാണ് കൂട്ടുകാരെ? ബോട്ട്. വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടാണ് ബോട്ട്. ബോട്ട് കൂടുതലും ആരാണ് ഉപയോഗിക്കുന്നത് കൂട്ടുകാരെ? ഫിഷർമെന്നുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബോട്ട് ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബോട്ടിൻ്റെ പേരറിയുമോ കൂട്ടുകാരെ? സീ വൈസ് ജയന്റ്. ഷിപ്പ്, കപ്പൽ. കപ്പലും നമ്മൾ വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടാണ്. ഷിപ്പിൽ ഒരുപാട് ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷിപ്പാണ്. അടുത്തത് ഫെറി. ഫെറി എന്ന് വെച്ചാൽ എന്താണ് കൂട്ടുകാരെ? ഫെറി ഒരു ബോട്ട് തന്നെയാണ്. അതായത് ഫെറി നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ ആൾക്കാരെയോ അല്ല സാധനങ്ങളോ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഫെറി. സബ്മറൈൻ. സബ്മറൈൻ എന്ന് വെച്ചാൽ എന്താണ് കൂട്ടുകാരെ? അന്തർവാഹിനി. സബ്മറൈൻ്റെ പ്രത്യേകത എന്താണ് കൂട്ടുകാരെ? അവയ്ക്ക് വെള്ളത്തിന് മുകളിൽ കൂടെയും യാത്ര ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വെള്ളത്തിന് ഉള്ളിലേക്കും പോകാൻ പറ്റും. ആദ്യമായി സബ്മറൈൻ കണ്ടുപിടിച്ചത് ആരെന്നറിയുമോ കൂട്ടുകാരെ? ലിയനാർഡോ ഡാവിഞ്ചി. നെക്സ്റ്റ്, എയർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ വ്യോമഗതാഗതം. ആകാശത്തിൽ കൂടി യാത്ര ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. ഫസ്റ്റ് ഏതാണ് കൂട്ടുകാരെ? എയ്റോപ്ലെയിൻ. പ്ലെയിൻ. ആകാശത്തിൽ കൂടി യാത്ര ചെയ്യുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എയ്റോപ്ലെയിനുകളാണ്. എയ്റോപ്ലെയിനുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് കൂട്ടുകാരെ? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് എയ്റോപ്ലെയിനുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അടുത്തത് ഏതാണ് കൂട്ടുകാരെ? ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററും നമ്മൾ ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഹെലികോപ്റ്റർ കൂടുതലും ചെറിയൊരു ഡിസ്റ്റൻസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് ദൂരം പോകാനായിട്ട് ഹെലികോപ്റ്റർ നമ്മൾ ഉപയോഗിക്കാറില്ല. ഹോട്ട് എയർ ബലൂൺ.
ഹോട്ട് എയർ ബലൂൺ ഒരുപാട് ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിലും ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മാർഗമാണ് ഹോട്ട് എയർ ബലൂൺ. നെക്സ്റ്റ് സ്പേസ് ട്രാൻസ്പോർട്ട്, അതായത് ബഹിരാകാശ ഗതാഗതം. നമ്മൾ സ്പേസിലേക്കൊക്കെ എങ്ങനെയാണ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ മനുഷ്യർ ഒക്കെ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്താണ് കൂട്ടുകാരെ? റോക്കറ്റ്. റോക്കറ്റ് ഉപയോഗിച്ചാണ് മനുഷ്യർ സ്പേസിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ ഉപഗ്രഹങ്ങളൊക്കെ വിടുന്നതും റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. റോക്കറ്റ്. നെക്സ്റ്റ് എന്താണ് കൂട്ടുകാരെ? സ്പേസ് ഷട്ടിൽ. സ്പേസ് ഷട്ടിലും നമ്മൾ സ്പേസിലേക്ക് പോകുന്നതിന് ഉപയോഗിക്കുന്നു. റോക്കറ്റും സ്പേസ് ഷട്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കൂട്ടുകാരെ? റോക്കറ്റ് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ സ്പേസ് ഷട്ടിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ലോകത്തിലെ ആദ്യത്തെ സ്പേസ് ഷട്ടിലിൻ്റെ പേരെന്താണ് കൂട്ടുകാരെ? കൊളംബിയ.